ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കാറ്റാടിന് ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ കുന്ന്, പൂച്ച പോലും കയറാത്ത ഒരു കുന്നായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. ഇന്ന് സ്ഥിതി മാറി. എറണാകുളത്തിൻ്റെ സ്ഥിരകേന്ദ്രം, ഭരണകേന്ദ്രം ഇന്ന് കാക്കനാടാണ്. കാക്കനാടിലാണല്ലോ കളക്ട്രേറ്റും സർക്കാർ ഓഫീസുകളിലും പ്രവർത്തിക്കുന്നത്. അതങ്ങനെ ഡെവലപ്പ് ചെയ്തു. അത് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന് ചുറ്റുമുള്ള റോഡുകൾ അത്ര പരിഗണന നൽകിയില്ല നമ്മുടെ ഭരണാധികാരികൾ. അന്നത്തെ കാലഘട്ടത്തിനുള്ള യാത്രാ സൗകര്യം മാത്രമേ ഏർപ്പെടുത്തിയുള്ളൂ. ഇന്ന് വണ്ടികൾ, കാറുകൾ, ബസ്സുകൾ ചീറിപ്പായുന്ന ആ റോഡുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഞാൻ കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. അത് മൂവാറ്റുപുഴ പോണ ബസ്സായിരുന്നു തോന്നുന്നു. ഞാൻ ആ ബസ്സിൽ മനക്കക്കടവ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. 20 രൂപയാണ് നൽകിയത്. മനക്കക്കടവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാനും പടികൾ താഴത്തേക്ക് ഇറങ്ങിയാൽ ഈ സ്പോട്ടിലെത്തും. ഇത് കടമ്പറ ആറ്, എടച്ചിറ കടമ്പയാർ പുഴ ഒന്നിച്ചു ഒഴുകുന്ന സ്ഥലം. ഇവിടെ ഒരു നടപ്പാത, അതിമനോഹരമായ നടപ്പാത. തണൽ കിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് വരരുത്, വൈകുന്നേരം വരാം. 11 മണി വരെ തുറന്നിരിക്കും. 7 മണി മുതൽ പ്രായമായവർക്കും യുവജനങ്ങൾക്കും നടക്കാൻ പറ്റിയ സൗകര്യമുള്ള നടപ്പാത. ഈ നടപ്പാതയിൽ 2 പാലങ്ങളുമുണ്ട്. ആ പാലങ്ങളും കയറി ഇറങ്ങുമ്പോൾ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഈ പുഴയുടെ ഒഴുക്ക് ആസ്വദിച്ച് നമുക്ക് നടക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം മുഴുവൻ അവിടെ നടന്നു. ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരു കപ്പലിൻ്റെ ആകൃതിയിൽ ഒരു കെട്ടിടം, അത് മർച്ചൻ്റ് നേവിക്കാരുടെ ബിൽഡിംഗ് ആണെന്ന് അറിഞ്ഞു. അവരവിടെ താമസവുമുണ്ട്. അവിടെ ഒരു നീന്തൽക്കുളവുമുണ്ട്. അവർ നീന്തൽക്കുളത്തിൽ കുളിക്കുന്നതും കണ്ടു. ഇതൊരു ഹോട്ടലാണ്, നല്ലൊരു ഹോട്ടൽ. ഇവിടെ മീൻ വിഭവങ്ങളാണ് അധികമുള്ളത്. എല്ലാം കിട്ടും, എന്നാൽ മീനാണ് പ്രത്യേകത ഉള്ളത്. ഇവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യവുമുണ്ട്. ശനി ഞായർ മാത്രമേ കാര്യമായ ആൾക്കാരുണ്ടാവൂ എന്ന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ വീഗലാൻഡും കാണാം. രാത്രിയാണെങ്കിൽ വീഗലാൻഡിൻ്റെ സ്വരവും ചെറിയ ലൈറ്റും കാണാൻ സാധിക്കും. ഇതിൽ നടന്ന് എൻജോയ് ചെയ്യാം. ഇതിൽ നടത്തുമ്പോൾ ഞാൻ ഒരു താറാവ് കൃഷി കണ്ടു. ആ താറാവ് കൃഷിക്കാരോട് ഞാൻ താറാവിൻ്റെ വില ചോദിച്ചു. 450 രൂപ. അപ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവിടുത്തെ താറാവിനെ മേടിക്കണ്ട, 2 മാസം കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അന്നേരം താറാവ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവും. ആ താറാവിന് മാംസം കൂടുതലും ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി താറാവിനെ മേടിക്കാവുന്നതാണ്. പുഴയിൽ വളരുന്ന താറാവ്, അതെ, മത്സ്യങ്ങൾ തിന്ന് വളർന്ന താറാവ്. ആ താറാവിന് പ്രത്യേക രുചിയും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കൽ അവിടെ നടക്കാനും സാധിക്കും. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ താല്പര്യപ്പെടും നിങ്ങൾ. എന്നാലും ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോയി ഒന്ന് നടന്നു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ പിന്നെയും പോകാമല്ലോ. ആ തെങ്ങുകളുടെ നിൽപ്പ്, അത് നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഭംഗിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ ആകർഷണമായിട്ട് തോന്നി. ഞാൻ അങ്ങനെ നടന്നു. രാത്രി 7:30 ബസ്സിന് തിരിച്ച് എറണാകുളത്തേക്ക് പോന്നു. എറണാകുളത്തേക്ക് എപ്പോഴും ഇതിലെ ബസ്സുണ്ട്. പക്ഷേ ഞാൻ കലൂരിൽ നിന്നാണ് അങ്ങോട്ട് പോയത്. ഇതാ ഇവിടുത്തെ ഒരു സഹായം, എന്താ ഭംഗി! നിങ്ങളെല്ലാവരും ഒരിക്കൽ ചെല്ലൂ. കടമ്പറ നടക്കാൻ. ഇവിടുത്തെ പച്ചപ്പും ആ മരങ്ങളും കണ്ട് നടന്ന് ആസ്വദിക്കാം. എൻ്റെ ചാനൽ യാത്രകളാണ്. ഞാൻ യാത്രകളിലായിരിക്കും എന്നും. എൻ്റെ ലൈവ് യാത്രകളാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിലും എൻ്റെ യാത്രകളിലും പങ്കുചേർന്ന് എൻ്റെ ചാനൽ വിജയിപ്പിക്കണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യം. അപ്പോൾ ഈ വഴി നടന്ന് ഞാൻ വരാം.